10,000 റുപ്യ കുറച്ചിട്ട് കൊടുക്കാൻ പറ്റൂല. നിലത്ത് വീണ് കഴിഞ്ഞാലും കംപ്ലൈന്റ് വരില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. iPhone 17 10,000 റുപ്യന്റെ അടുത്ത് കുറച്ചിട്ട് 25,000 റുപ്യന്റെ അടുത്ത് കുറയില്ല. 25,000 റുപ്യന്റെ അടുത്ത് കുറവിലാണ്. ഓൺലൈനിലൊക്കെ റേറ്റ് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യും, വരാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൊറിയർ വരെ. അപ്പോൾ ഫ്രഷ് നമ്മൾ സെക്കൻഡ് ഹാൻഡിന്റെ പ്രൈസിന് ഫ്രഷ് തരികയാണ്. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും മൈ മൊബൈലിൽ വന്നാണ്. അപ്പോൾ ലാസ്റ്റ് 2 വീഡിയോയിൽ നല്ല അടിപൊളി, പിന്നെ നിങ്ങളെ പ്രതികരണങ്ങൾ അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് വീണ്ടും അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങൾ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഐഫോൺ ഉണ്ട്, ആൻഡ്രോയിഡുകളുണ്ട്, 5G മൊബൈലുകളുടെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് ഇന്ന് നമ്മളെ മൈ മൊബൈലിൽ വന്നിട്ടുണ്ട്. കൂടെ തന്നെ ആക്സറീസ് കാര്യങ്ങൾ എല്ലാം നമുക്കുണ്ട്. കൂടെ സർവീസ് സെൻ്ററൊക്കെ സ്പെഷ്യൽ ഏരിയ തന്നെ സർവീസ് സെൻ്ററിന് മാത്രമായിട്ടുണ്ട്. വസീം തന്നെയാണ് കൂടെ ഉള്ളത്. വസീമ, എന്തൊക്കെയായിരുന്നു നമ്മൾ ലാസ്റ്റത്തെ വീഡിയോൻ്റെ ഒരു റെസ്പോൺസ് ഒക്കെ? എങ്ങനെയായിരുന്നു? കസ്റ്റമേഴ്സ് ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു. ഒരുപാട് ആളുകൾ വന്നു, പർച്ചേസ് ചെയ്തു. ഉഷാറായിട്ടുണ്ട്. ഓട്ടോടെക്കിന്റെ എല്ലാ വ്യൂസ്, എന്താ പറയാ, വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷം, ഹാപ്പി ന്യൂസ് ആണ് നമ്മളെ മൈ മൊബൈലിന്റെ. അപ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് ഓഫറിലാണ്. ഇപ്പം പുതിയ ഫോണുകൾ ഒരുപാട് റേറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷെ മൈ മൊബൈലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫോണുകൾക്കൊക്കെ ഏകദേശം 5,000, 10,000, 15,000, 20,000 ഒക്കെ കുറച്ചിട്ടാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു കമന്റ് ഇടുന്നവർക്ക് സമ്മാനം പറഞ്ഞു, ഇത്തവണ നമുക്ക് കൊടുത്തൂടെ? കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വീഡിയോ നമുക്കൊരു 10 എന്നാണ് നമുക്ക് അതിന്റെ നറുക്കെടുപ്പ് എത്ര ദിവസം കൂടെ കൊടുക്കാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ 2 ദിവസം, ഒരാഴ്ച കൊണ്ട് വേണമെങ്കിൽ കൊടുക്കാം. ഒരാഴ്ച കൊണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പിന്നെ അടുത്ത സൺഡേ തന്നെ ആയിക്കോട്ടെ അല്ലേ? അപ്പോൾ അടുത്ത സൺഡേ നമുക്ക് ഈ ഒരു സമയത്ത് ഏകദേശം നമ്മൾ അതിന് നറുക്കെടുപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് നല്ല കമന്റ് ഇട്ടോളി. നമുക്ക് കാണുന്ന നിങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഇത്തവണ 6 ആൾക്കാർക്ക്. കാരണം എന്താ വെച്ചാൽ 2 ആൾക്കാർ യൂട്യൂബിൽ നിന്ന്, 2 ആൾക്കാർ ഫേസ്ബുക്കിൽ നിന്ന്, 2 ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും നമുക്ക് 3 നിങ്ങൾ കമന്റ് ഇട്ടോളൂ. നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഒരിടത്തു നിന്ന് ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടാവും. 2 പേർക്ക് നമ്മൾ 6 പിന്നെ ഇതാണ് കൊടുക്കുന്നത്. 6 പേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും. ഫസ്റ്റ് തന്നെ നമുക്ക് പിന്നെ ഐഫോണൊക്കെ അത്യാവശ്യം എല്ലാ കളക്ഷൻസും ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ആൻഡ്രോയിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സാധനത്തിൽ തുടങ്ങാം അല്ലേ? ക്യൂട്ടായിട്ടുള്ള നമുക്ക് പിക്സൽ ആയിക്കോട്ടെ അല്ലേ? പിക്സൽ 10 50,000 റുപ്യ വില വരുന്ന പിക്സൽ 10 നമുക്കൊരു 40,900 കൊടുക്കാം. 10,000 റുപ്യ കുറച്ചിട്ട് കൊടുക്കാൻ പറ്റൂല. അടുത്ത 50,000 റുപ്യാണ് ഇതിന്റെ 8GB റാം, 256GB ഇന്റർണൽ മെമ്മറി വരുന്നത്. ഓക്കെ. അതേമാതിരി S26 അൾട്ര 256GB 1,30,000 റുപ്യ വില വരുന്ന S26 അൾട്ര നമ്മൾ കൊടുക്കുന്നത് 1,06,900. 25,000 റുപ്യന്റെ അടുത്ത് കുറവില്ല. 25,000 റുപ്യന്റെ അടുത്ത് കുറവിലാണ് നമ്മൾ 1,06,900. അതിന്റെ 512GB ഇന്റർണൽ മെമ്മറി ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1,17 ആ റേഞ്ചിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 512 നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സീരീസ് നോക്കുന്നവർക്ക് നല്ല ഒരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ S26 80,000 റുപ്യ, 88 ഇനിയിപ്പോൾ 80,000 ആണ്. അത് നമ്മൾ ഏകദേശം 64,900 S26 നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ കൂടുതൽ നിങ്ങൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അതിന്റെ ഒപ്പം ഉണ്ട് കേട്ടോ, പ്രത്യേകം ഓർമ്മ. അപ്പോൾ നമുക്ക് കമന്റ് ഇടുന്നവർക്ക് മാത്രമല്ല, ഫോൺ വാങ്ങുന്ന ആൾക്കാർക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അടുത്ത നമുക്ക് ഇനി വിവോന്റെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. വിവോന്റെ അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട്. X300 ഉണ്ട്. X300 ഏകദേശം ഒരു 76,000 റുപ്യക്ക് വില വന്ന X300 ആണ്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 62,900. നിലവിലെ ഇപ്പൊ ഏറ്റവും റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമറ ആണ്. അത്യാവശ്യം നമുക്ക് ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തിട്ടുള്ള അടിപൊളി. X300 Pro ആണെങ്കിൽ 85,900. X300 1,10 വരുന്നത് 1,10,000 റുപ്യ വില വരുന്ന X300 Pro 85,900. പിന്നെ X200 FE ഇത് കുറച്ച് സ്പെഷ്യൽ എഡീഷൻ ആയിട്ട് വന്ന സാധനമാണ്. ഇത് ഇപ്പൊ നമ്മളോട് കൊടുക്കുന്ന 43,000 റുപ്യക്ക്. ഏകദേശം ഒരു നവംബർ വരെ വാറന്റി ഉള്ള അടിപൊളിയാണ്. X200 FE നല്ല ക്യൂട്ട്, നല്ല അടിപൊളി ഫോൺ. ഡെയിലി ഒരു കൊണ്ടുനടക്കാൻ പറ്റുന്ന ക്യാമറ നല്ല അടിപൊളി ഫോണാണ്. പിന്നെ അതേമാതിരി വിവോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള V70 FE, അതേമാതിരി V70 L80 അങ്ങനെ ഇഷ്ടംപോലെ മോഡലുണ്ട്. ഓപ്പോയില് വരുന്നുണ്ട്. V70 FE നമ്മളിവിടെ കൊടുക്കുന്നത് 38,000 റുപ്യ വില വരുന്ന വിവോന്റെ V70 FE 8GB റാം 128 നമ്മൾ കൊടുക്കുന്നത് വെറും 31,900. അതിന്റെ 256GB ആണെങ്കിൽ 34,500. അതിന്റെ 256GB 41,000 റുപ്യ വില വരുന്നുണ്ട്. അത് നമ്മളോട് കൊടുക്കുന്നത് 34,500 വിത്ത് കമ്പനി വാറണ്ടി. കമ്പനി വാറണ്ടി ജസ്റ്റ് ആക്ടിവേഷൻ ആയിട്ട് ഒരു 1 day 2 day ആ ലെവലിലൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് 1 year വാറണ്ടി എന്ത് ചെയ്യും, കിട്ടും ചെയ്യും. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, സെക്കൻഡ് ഹാൻഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഫ്രഷ് തരികയാണ്.
ഓക്കെ. അപ്പോൾ ഫ്രഷ് നമ്മൾ സെക്കൻഡ് ഹാൻഡിൻ്റെ പ്രൈസിന് ഫ്രഷ് തരികയാണ് അത് വിത്ത് വാറണ്ടി ഇല്ല അല്ലേ? പിന്നെ വിവോന്റെ V70 ഇപ്പൊ കമ്പനി വില കൂടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല റേറ്റ് കുറച്ചിട്ട് തന്നെ കൊടുക്കുന്നത്. 50,000 8GB റാം 256GB ഇന്റർണൽ മെമ്മറി വരുന്നത്. എന്നാൽ നമ്മളോട് പുളിക്കൽ മൈ മൊബൈലിൽ കൊടുക്കുന്നത് വെറും 42,900. അപ്പോൾ അതിന്റെ മുമ്പിൽ നമ്മുടെ ഇടയിൽ ഇപ്പൊ പുളിക്കൽ പറഞ്ഞപ്പോഴാണ് നമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷൻ പറയാൻ നമ്മൾ അത് പറഞ്ഞോ. അത് നമ്മളെ കാലിക്കറ്റ്, അത് രാമനാട്ടുകര കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോണ റോഡിലാണ് പുളിക്കൽ എന്ന് പറഞ്ഞ അങ്ങടിലാണ് പുളിക്കൽ മൈ മൊബൈൽ. ഓക്കെ. അപ്പോൾ നമ്മൾ പുളിക്കൽ ടൗണിൽ തന്നെയാണ്, നമ്മൾ ഈ അരൂർ റോഡിന് തൊട്ടടുത്തായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ എന്താ പറയാ, ആലപ്പുഴ, തൃശ്ശൂര്, പാലക്കാട്, കണ്ണൂര്, ഒരുപാട് സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അവിടെ വന്ന് പോയി ഭയങ്കരമായിട്ട് ആളുകൾക്ക് എക്സ്പീരിയൻസ് ആയി. നല്ല റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് ചില ആൾക്കാർ ചോദിക്കുന്നത് എന്തെങ്കിലും ഉഡായിപ്പ് ഫോണുകളാണോ? ഉഡായിപ്പ് ഒന്നല്ല, ഫ്രഷ് കമ്പനി ഫോൺ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ കൊടുക്കണത്. കമ്പനി തന്നെ വാറണ്ടി നമ്മള് തരും. അതൊന്നും ബേജാറില്ല. നിങ്ങൾക്ക് കെയറിൽ പോയി കഴിഞ്ഞാൽ, വിവോന്റെ സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം വാറണ്ടി ഒക്കെ കിട്ടും. ഓക്കെ. അപ്പോൾ അതിലൊന്നും ടെൻഷൻ വേണ്ട. V70 അതിന്റെ 12GB റാം വരുന്നുണ്ട്. 12GB റാമാണ് 44,900. ഫ്രഷിന്റെ പ്രൈസ് വരെ അപ്പോൾ നമുക്ക് ആ വില മാറ്റം ഫ്രഷ് ഏകദേശം 55-54 ആ റേഞ്ചിൽ 10-12,000 രൂപ കുറച്ചിട്ടാണ്, നല്ല റേറ്റ് കുറച്ചിട്ടാണ്. പിന്നെ V16e ഏകദേശം 32 റുപ്യ റേഞ്ചിൽ വന്ന സാധനം അത് നിങ്ങൾക്ക് 27,900. V16e അതിന്റെ 256GB റാം വരുന്നുണ്ട് 29,900. പിന്നെ V70 Lite നല്ല എന്താ പറയാ, പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് കമ്പനി ചെയ്തിട്ടുള്ളത്. V70ന്റെ ഒരു ജ്യേഷ്ഠനായിട്ട് V70 Lite വരുന്നത്. അത് ഏകദേശം നിങ്ങൾക്ക് പുതിയതിനിപ്പോൾ റേറ്റ് കൂടി 60 റുപ്യ 50 റുപ്യ റേഞ്ചിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ V70ന്റെ പ്രൈസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, V70 Lite കൊടുക്കണേ. V70 Lite 8GB റാം 256 നമ്മളിവിടെ കൊടുക്കുന്ന വില 45,900 8GB റാം 256GB നമ്മൾ കൊടുക്കണേ. 12GB റാമും ഉണ്ട്, അതിന്റെ 256 വരുന്നുണ്ട്. അത് 48,900 അതിന്റെ V70 Lite കൊടുക്കണേ. നല്ല കിഡിലം പ്രൈസിലാണ്. നിങ്ങൾ ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് റേറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പ്രൈസും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറൻറ്റ് ഉണ്ട്. ഏകദേശം 10,000-12,000 രൂപേൻ്റെ അടുത്ത് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. വലിയ ഫോണാകുമ്പോൾ ലൈറ്റും ഒക്കെ കൊടുക്കും. വലിയ ഫോണാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് പിന്നെയും കുറയും. 30,000 കുറയും. ഇപ്പോൾ S26 അൾട്രക്ക് നമ്മൾ പറഞ്ഞില്ലേ, നല്ല റേറ്റും ഏകദേശം 30 റുപ്യൻ്റെ മേലെ കുറച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് പിന്നെ ഒന്നുകൂടി ബഡ്ജറ്റ് ഫോണുകൾ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? റെഡ്മിയില് നോട്ട് 15 വരുന്നത് ഏകദേശം 23,500. പുതിയതിന് ഏകദേശം 28 ആ റേഞ്ചിൽ വരുന്ന സാധനമാണ് റെഡ്മി നോട്ട് 15. അതിന്റെ നോട്ട് 15 പ്രോ ഏകദേശം 30 റുപ്യ 32 റുപ്യ റേഞ്ച് വന്ന സാധനമാണ്. അത് 25,900 റെഡ്മി നോട്ട് 15 പ്രോ. ഓക്കെ. അടുത്ത് നമുക്ക് ഓപ്പോ റെനോ 15 നമ്മളിവിടെ കൊടുക്കുന്നത് വെറും 40,900 റെനോ 15 കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓപ്പോയിൽ ലേറ്റസ്റ്റ് മോഡലായിട്ട് വന്നിട്ടുള്ള F33 Pro. ഇത് ഫിസിക്കൽ ഡാമേജ്, അതായത് പെട്ടെന്ന് നിലത്ത് വീണ് കഴിഞ്ഞാലും കംപ്ലൈന്റ് വരില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. വീണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കംപ്ലൈന്റ് വന്നാൽ വാറണ്ടി കിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടി നിലത്ത് വീണ് കഴിഞ്ഞാൽ ഒന്നുകൂടി പ്രൊട്ടക്ഷൻ കൂടുതലുള്ള സാധനമാണ്. ഇത് വാട്ടർ ഡാമേജ്, അതായത് നിങ്ങൾക്ക് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലും പെട്ടെന്ന് അങ്ങനെ എന്ത് ചെയ്യില്ല, വെള്ളം കയറാത്തൊരു മോഡലാണ് F33 Pro. ഏറ്റവും ലേറ്റസ്റ്റ് വന്ന സാധനമാണ്. ഏകദേശം 5000 വെച്ച് ബാറ്ററി ബാക്കപ്പ് വരുന്ന F33 Pro പറഞ്ഞ മോഡല്. അത് 41,000 റുപ്യ പുതിയതിന് വില വരുന്നുണ്ട്. അത് നമ്മളിവിടെ കൊടുക്കുന്നത് വെറും 34,900. ഏകദേശം 10 റുപ്യയുടെ ഡിഫറൻസിലാണ്, 6,000 റുപ്യൻ്റെ F33 Pro. ഓൺലൈനിൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ പ്രൈസിൽ കിട്ടില്ല. നിങ്ങൾ കാർഡ് ഓഫർ വെക്കുകയാണെങ്കിലും ഒരു 1,000-2,000 കുറയും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഇത്ര കൊണ്ട് കുറയില്ല. പിന്നെ നമുക്ക് അതേമാതിരി നമുക്ക് ഇതിൽ പെട്ടെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ കൊറിയർ സൗകര്യത്തിന് വിളിച്ചിട്ട് നമ്മൾ ഒരുപാട് കൊറിയർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് നമ്മളെ QR കോഡ് തരും, അതിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിത്ത് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, കൊറിയർ അയച്ചാൽ നാളെ തന്നെ നിങ്ങളെ കൈമേൽ എന്ത് ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഇതാക്കാം. പിന്നെ ഇതിന്റെ 38,000 റുപ്യാണ് ഇതിന്റെ 8GB റാം 128 വരുന്നത്. അത് നമ്മളിവിടെ കൊടുക്കുന്നത് 32,900 F33 Pro. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ വന്ന
ഇതിൻ്റെ ഒരു അനിയുണ്ട് F33. F33 32,000 വരുന്ന സാധനമാണ്. അത് നമ്മളിവിടെ കൊടുക്കണ വെറും 26,900. 26,900. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ 35,000 8GB RAM 128 വരുന്ന സാധനമുണ്ട്. 35,000 വന്നേ അത് നമ്മളിവിടെ കൊടുക്കുന്നത് 29,900. ഏകദേശം 5,000 ഡിഫറൻറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ചെറിയ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇത് ഏകദേശം 5000 mAh ബാറ്ററി ബാക്കപ്പ്, 80 വാട്ട്സ് ഫാസ്റ്റ് ചാർജ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഐറ്റംസ് തന്നെയാണ്. പിന്നെ അതേമാതിരി തന്നെ റിയൽമിൻ്റെ 16 Pro ഏകദേശം 38 രൂപ റേഞ്ചിൽ വരുന്ന സാധനമാണ്. ഇത് 31,900 റിയൽമിൻ്റെ 16 Pro കൊടുക്കുന്നത്. പിന്നെ റിയൽമി C83 5G അത് നമ്മൾ 16,500 ആ റേറ്റിലാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നല്ല റേറ്റ് കുറഞ്ഞിട്ട് സാംസങ്ങിൻ്റെ ഗാലക്സി A37 ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മോഡലാണ് സാംസങ്ങിൻ്റെ. ഏകദേശം 10,000 രൂപേൻ്റെ അടുത്ത് ഡിസ്കൗണ്ടിലാണ് സാംസങ് ഗാലക്സി A37. 29,900 ഏകദേശം 40,000 രൂപ വില വരുന്ന സാംസങ് ഗാലക്സി A37 നമ്മളിവിടെ കൊടുക്കുന്നത്. അതിന് 256GB RAM ഏകദേശം 44 രൂപ റേഞ്ചിൽ വന്ന സാധനമാണ്. അത് നിങ്ങൾക്ക് ഏകദേശം 42,900 നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ അതേമാതിരി S25 ഒരു യൂസ്ഡ് വന്ന സാധനമുണ്ട്, വാറണ്ടി ഒക്കെ ഉള്ളതാണ്. അത് 81,000 വില വന്ന സാധനമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ 51,000 ഏകദേശം 30,000 രൂപ കുറച്ചിട്ടാണ് ഒരു യൂസ്ഡ് നവംബർ വരെ വാറണ്ടി ഉള്ളതാണ്. പിന്നെ ഐഫോൺ അടുത്ത് വരുന്നുണ്ട്. അതേപോലെ A36 ഗാലക്സി അതും വരുന്നുണ്ട്. ഏകദേശം 36,500 ലെവലിൽ 34,000 രൂപ വില വന്ന A36 25,500 ഏകദേശം 10,000 രൂപേൻ്റെ അടുത്ത് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് A36 കൊടുക്കുന്നത്. പിന്നെ ഐഫോണിൽ ജസ്റ്റ് ആക്റ്റീവ് ചെയ്തിട്ടതാ iPhone 17 ഏകദേശം 83,000 രൂപ വില വന്ന iPhone 17 10,000 രൂപേൻ്റെ അടുത്ത് കുറച്ചിട്ട് വെറും 73,900 iPhone 17 വേണമെങ്കിൽ ഓട്ടോടെക്കിന്റെ പ്രവീണികൾക്ക് 73,500 നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നമ്മൾ. പിന്നെ iPhone 16 അത് ഏകദേശം നമുക്കൊരു 70 രൂപ 72 രൂപ ലെവലിൽ പുതിയ വില വരുന്ന സാധനം നമുക്ക് 63,900 എന്ത് ചെയ്യാം iPhone 16 നമുക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിനും നമ്മൾ മാക്സിമം നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഐഫോൺ കൊടുക്കുന്നത്, ആൻഡ്രോയിഡും കൊടുക്കുന്നത്. നിങ്ങൾ ഓൺലൈനിലൊക്കെ റേറ്റ് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യും, വരാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൊറിയർ വരെ സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്രയും ബെസ്റ്റ് പ്രൈസിലാണ് പുളിക്കൽ മൈ മൊബൈലിൽ എന്ത് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ ഒക്കെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഐഫോണിൽ തന്നെ നമുക്ക് യൂസ്ഡിൽ വരുന്ന 13 Pro ഉണ്ട്, 15 Pro ഉണ്ട്, 12 Pro ഉണ്ട്, 13 ഉണ്ട്, 14 Pro ഉണ്ട്. പിന്നെ തന്നെ നമുക്ക് സാംസങ് S23 എന്ന യൂസ്ഡ് വരുന്നുണ്ട്, ഗാലക്സി A17 ഉണ്ട്, A26 ഡെമോ വന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഡെമോ വന്നത് ഏകദേശം 18,900 25,000 രൂപ വില വന്ന ഡെമോ വന്ന 6 month വാറണ്ടി വന്ന A26 ഒക്കെ നമ്മളെ കൈമേലുണ്ട്. 18,900 ആ റേഞ്ചിലൊക്കെ എന്ത് ചെയ്യും യൂസ് ചെയ്യാത്ത ഫോണ് നമ്മളെ കൈമേലുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിലാണ്. ഇതിൻ്റെ ഒക്കെ കൂടുതൽ നിങ്ങൾക്ക് ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ അതിൻ്റെ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല കിടിലം പ്രൈസിലാണ് പുളിക്കൽ മൈ മൊബൈലിൽ എന്ത് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോണും ഐഫോൺസും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെരി ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക, നല്ല നിങ്ങൾക്ക് ഏതാണ് മോഡലാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചിട്ട് നിങ്ങൾ എൻക്വയറി ചെയ്തിട്ട് വിളിച്ചിട്ട് നിങ്ങൾ വന്നോളി. നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് പുളിക്കൽ മൈ മൊബൈൽ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാലോ അല്ലേ. നിങ്ങളുടെ അടുത്തുള്ള പഴയ ഫോണുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണോ എക്സ്ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഫോണായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് വേണമെങ്കിൽ അതിന്റെ കൂടുതൽ ചെയ്യാം. അപ്പോൾ അത്രയും നല്ല ഡിസ്കൗണ്ടിലാണ് വിൽപ്പന ഉണ്ടല്ലോ അല്ലേ. വിൽക്കാനുണ്ടെങ്കിലും വിൽക്കാനുണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ വിറ്റും തരും. അപ്പോൾ അതൊക്കെ നമ്മളെ കൈമിൽ എന്തുണ്ട് എല്ലാം ഉണ്ട്. പിന്നെ EMI സൗകര്യം നമ്മൾ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കണതാണ് EMI സൗകര്യം ഉണ്ടോ എന്നുള്ളത്. EMI നമ്മൾ ചെയ്യുമ്പോൾ ഇത് ചെറിയ ബജാജിലാണ് നമ്മൾ ചെയ്യുക. ബജാജ് കാർഡ് നമുക്ക് 20 കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾക്കാണ് ബജാജ് കാർഡ് ചെയ്യുക. അപ്പോൾ അതിന് ചെറിയ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരും, ചാർജ് കാര്യങ്ങൾ. അത് കറക്റ്റ് നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങൾ കുറേ ആളുകൾ വിളിച്ചിങ്ങനെ ചോദിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യേണ്ട, പെട്ടെന്ന് എന്ത് ചെയ്യും, വീഡിയോയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓൽക്കും എന്ത് ചെയ്യാൻ കഴിയും, ഭയങ്കര സുഖമാണ്. റെഡി ക്യാഷ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് ലാഭമാണ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്താൻ അതിൻ്റെ കൂടുതൽ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളി കമൻറ്റ് കൊടുക്കുക. അത്യാവശ്യം നല്ല ബെസ്റ്റ് പ്രൈസിനാണ് നമുക്ക് ഫോണുകളൊക്കെ ഉള്ളത്. എല്ലാം നമുക്ക് ഫ്രഷ് ഫോണുകൾ തന്നെയാണ്. പക്ഷേ നമുക്ക് സെക്കൻഡ് ഹാൻഡ് പ്രൈസിനാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പുളിക്കൽ കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 3-3.5 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഷോപ്പിലേക്ക് വരുന്നത്. കാലിക്കറ്റ് പാലക്കാട് നാഷണൽ ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ നമ്പറൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്തോളി. കമൻറ്റ് ചെയ്യുന്ന 2 ആളുകൾക്ക് യൂട്യൂബിൽ നിന്ന്, 2 പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന്, 2 പേർക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്, അങ്ങനെ 6 പേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നതാണ്. അത് അടുത്ത സൺഡേ നമ്മൾ എന്ത് ചെയ്യും, 17 രാത്രി നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. നമ്മൾ അതിൻ്റെ ഒരു റീലായിട്ട് നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവരെ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതാണ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഫോൺ എടുക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം. റിയാസ് ആൻഡ് വസീം സൈനിങ് ഓഫ്.